ഒടുവിൽ സംസ്ഥാന സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ചെഞ്ചുറാണിക്കുമൊക്കെ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. വീഴ്ച സംഭവിച്ചുവെന്ന്. ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി ജെ ചെഞ്ചുറാണി അറിയിച്ചിരിക്കുകയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതിശക്തമായ നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി കേരളത്തിനും മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും തന്നെ വ്യക്തമായിരിക്കുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് ഡീൻ എം.കെ. നാരായണനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ജെ ചിഞ്ചുറാണി. ഡീൻ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്നും ഹോസ്റ്റലിൽ ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഹോസ്റ്റൽ വാർഡൻ ഡീനാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാണ് അസിസ്റ്റന്റ് വാർഡൻ. എല്ലാ ദിവസവും ഹോസ്റ്റലിൽ പോയി റിപ്പോർട്ട് എടുക്കേണ്ട ചുമതല ഇരുവർക്കുമുണ്ട്. റിപ്പോർട്ട് പ്രകാരം വീഴ്ച സംഭവിച്ചതായി മനസ്സിലായ സാഹചര്യത്തിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു. ഹോസ്റ്റലിലെ ജീവനക്കാരുടെ കുറവിനെക്കുറിച്ച് ഡീൻ പറയേണ്ട കാര്യമില്ല. ഡീനിന്റെ ചുമതല നിർവഹിക്കണമായിരുന്നു. കുട്ടികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കണമായിരുന്നു. അതിൽ ഡീനിന് വീഴ്ചയുണ്ടായി. ഹോസ്റ്റലിൽ CCTV ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത് കേരളം ചർച്ച ചെയ്തതാണ്. നേതാക്കൾക്ക് അടിമപ്പെടാൻ ആർമി സൃഷ്ടിക്കുകയാണെന്ന് ഗവർണർ പറഞ്ഞതും വെറ്റിനറി സർവകലാശാല VC സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി അത്യപൂർവ നടപടിയുമൊക്കെ വളരെ ഗൗരവത്തോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതാണ്. ഏതായാലും ഇപ്പോഴത്തെ സർക്കാർ നടപടി അതിശക്തമായി തുടങ്ങേണ്ടി വന്നിരിക്കുന്നു. കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തപ്പോൾ നട്ടലുള്ള ഗവർണർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കേരളം രംഗത്ത് വന്നത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു സസ്പെൻഷൻ. സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ വൈസ് ചാൻസലർ വേണ്ടത്ര ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. VCക്കെതിരെ അന്വേഷണത്തിന് ഗവർണർ ഉത്തരവിട്ടു. വിദ്യാർത്ഥിയുടെ കുടുംബം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ PC ശശീന്ദ്രന് VCയുടെ ചുമതല നൽകി. സിദ്ധാർത്ഥിന്റെ മരണമുണ്ടായിട്ടും യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ അനുസരിച്ച് VC കൃത്യമായി നടപടി സ്വീകരിച്ചില്ലെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. VC ചുമതലകളിൽ വീഴ്ച വരുത്തിയെന്നത് യൂണിവേഴ്സിറ്റി നൽകിയ റിപ്പോർട്ടുകളിലും വ്യക്തമാണ്. യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവങ്ങളിൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആക്ട് 2010 സെക്ഷൻ 9 അനുസരിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ്. ചട്ടം അനുസരിച്ച് ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ ആണ് അന്വേഷിക്കേണ്ടത്. സസ്പെൻഷൻ കാലയളവിൽ അലവൻസിന് അർഹതയുണ്ടായിരിക്കും. പകരക്കാരനെ പിന്നീട് തീരുമാനിക്കും. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്ത് നൽകി. അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. സിദ്ധാർത്ഥന്റേത് കൊലപാതകമാണെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. ക്യാമ്പസിൽ SFI PFI കൂട്ടുകെട്ടാണുള്ളത്. എല്ലാ ഹോസ്റ്റലിലും ഒരു ബ്ലോക്ക് SFI ഓഫീസാക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു.